കിളിവാതിൽ മലയാളം മിഷൻ പഠന കേന്ദ്രങ്ങളിലെ വിദ്യാർത്ഥികളും അധ്യാപകരും അവതരിപ്പിക്കുന്ന പ്രത്യേക പരിപാടി. കിളിവാതിലിൽ ആദ്യം കാവ്യരചനയുടെ നവ്യപാഠങ്ങൾ ഭാഗം 6 കേൾക്കാം. അവതരണം എടപ്പാൾ സി സുബ്രഹ്മണ്യൻ, മലയാളം മിഷൻ റിസോഴ്സ് അധ്യാപകൻ, ഒപ്പം നീതു സി സുബ്രഹ്മണ്യൻ. കാവ്യരചനയുടെ നവ്യപാഠങ്ങൾ ഭാഗം 6. അവതരണം എടപ്പാൾ സി സുബ്രഹ്മണ്യൻ, നീതു സി സുബ്രഹ്മണ്യൻ. പ്രിയപ്പെട്ടവരെ, കേകാവൃത്തത്തിൻ്റെ താളവഴികളിലൂടെയാണല്ലോ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ സഞ്ചരിച്ചത്. ചില തുടർ പ്രവർത്തനങ്ങൾക്ക് സൂചന നൽകിയിരുന്നു. 3-2-2 അക്ഷരക്രമം മനസ്സിലൂന്നി അഭ്യാസം നടത്തുകയായിരുന്നു ലക്ഷ്യം. മഹാകവികളെ മനസ്സിലേക്ക് കൊണ്ടുവന്നാൽ അതെങ്ങനെ സാധിക്കും? ചൊല്ലി നോക്കാമോ? പൂന്താനം ചെറുശ്ശേരി മേൽപ്പത്തൂർ എഴുത്തച്ഛൻ, വള്ളത്തോളുള്ളൂറാശാൻ, ഉണ്ണായി കുഞ്ചൻ നമ്പ്യാർ, കുഞ്ഞുണ്ണി വൈലോപ്പിള്ളി, ONV ചങ്ങമ്പുഴ, അക്കിത്തം ഇടശ്ശേരി, ഭാസ്കരൻ ഇടപ്പള്ളി. പരിചയമുള്ള സ്ഥലനാമങ്ങൾ കൊണ്ട് ഈ താളമുണ്ടാക്കാമോ? എടപ്പാൾ കുറ്റിപ്പുറം, പൊന്നാനി മലപ്പുറം, കോട്ടയ്ക്കൽ കുന്നംകുളം, കോട്ടയം കോഴിക്കോട്, പട്ടാമ്പി തൃശൂർ കണ്ണൂർ, ഇടുക്കി പാലക്കാട്, കാലടി പാലാ കൊല്ലം, കോവളം ആലപ്പുഴ. ഈ താളത്തെ വീട്ടിലേക്കും പരിസരത്തിലേക്കും കൊണ്ടുവന്നാലോ? വീട്ടിലുണ്ടച്ഛൻ അമ്മ ചേച്ചിയും ചേട്ടന്മാരും, വീട്ടിലുണ്ടൊരു പശു പൂച്ചയും കിടാങ്ങളും, മുറ്റത്തു നിൽക്കുന്നുണ്ട് മുത്തശ്ശിമാവും പ്ലാവും, മുറ്റത്തു തന്നെ കാണാം വറ്റാത്ത കിണറൊന്ന്. ഇനി അടുക്കളയിലേക്ക് പോയാലോ? അടുപ്പു കത്തുന്നിതാ, ജ്വാലകളാളുന്നിതാ, പാത്രത്തിൽ വിഭവങ്ങൾ ഒന്നൊന്നായൊരുങ്ങുന്നു, കടുകു കലമ്പുന്നു, ചിരവ കുരയ്ക്കുന്നു, പാത്രങ്ങൾ തമ്മിൽ തമ്മിൽ കലഹം തുടങ്ങുന്നു. വിദ്യാലയത്തിലേക്ക് പോയാലോ? ഗേറ്റിലുണ്ടൊരു ബോർഡ്, നിറയെ പൂന്തോട്ടങ്ങൾ, നീളത്തിൽ വരാന്തകൾ, വിശാലം മൈതാനങ്ങൾ, മുറികൾ മനോഹരം, സുന്ദരം ഇരിപ്പിടം, ലാബുകൾ നിരവധി, ലൈബ്രറി അതാ കാണൂ. ഈ താളത്തെ സ്വന്തമാക്കാൻ നിത്യേന നിരന്തരം ഈ വിധം പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നത് നന്നായിരിക്കും. അങ്ങനെ വരുമ്പോൾ ഇത് നമുക്ക് ചിന്തയിലും രക്തത്തിലും അലിഞ്ഞു ചേരും. നീന്തൽ പഠിക്കുന്നത് പോലെ, ഡ്രൈവിംഗ് പഠിക്കുന്നത് പോലെ ഒരു അഭ്യാസമായി ഇതിനെ കാണാം. പഠിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും മറക്കില്ല. മാത്രമല്ല, രസകരമായ ഒരു അനുഭവത്തിൻ്റെ മധുരം ഉള്ളിൽ ലയിച്ചു കിടക്കും. മലയാള സാഹിത്യ ചരിത്രത്തിൽ കവിത കൊണ്ട് വിവിധ തരത്തിലുള്ള കൗതുകക്കളികൾ നടത്തിയതിൻ്റെ വിവരണങ്ങളുണ്ട്. കവികളെ ആരാമത്തിലെ പൂക്കളായി സങ്കല്പിക്കൽ, വനത്തിലെ മൃഗങ്ങളായി സങ്കല്പിക്കൽ, രാമായണത്തിലെയും മഹാഭാരതത്തിലെയും കഥാപാത്രങ്ങളായി സങ്കല്പിക്കൽ തുടങ്ങിയവ അതിൽ ചിലതാണ്. കവിതയിൽ കത്തെഴുതുക എന്നുള്ളതായിരുന്നു മറ്റൊരു രസകരമായ പ്രവർത്തനം. കൊടുങ്ങല്ലൂർ കോവിലകവുമായി ബന്ധപ്പെട്ട് കുഞ്ഞുകുട്ടൻ തമ്പുരാൻ, വെൺമണി കവികൾ, കൊച്ചുണ്ണി തമ്പുരാൻ തുടങ്ങിയ പണ്ഡിത കവിശ്രേഷ്ഠന്മാർ ഇതിൻ്റെ മുൻപന്തിയിൽ ഉണ്ടായിരുന്നു. കുഞ്ഞുകുട്ടൻ തമ്പുരാൻ തൻ്റെ മകൾക്ക് ബാലശിക്ഷ എന്ന ഒരു പുസ്തകം ലഭിക്കുന്നതിന് കടക്കാരൻ എഴുതിയ കത്ത് വളരെ പ്രസിദ്ധമാണ്. ഓർമ്മയുണ്ടെങ്കിൽ ഒന്ന് ചൊല്ലൂ.
ബാലശിക്ഷയ്ക്കലട്ടുന്നു ബാലപുത്രി സരസ്വതി, അലട്ടു തീർത്തു വിട്ടേക്കു വില പിന്നെ തരാമെടോ. നിമിഷ കവിതകൾ എഴുതൽ, ദ്രുതകവന മത്സരങ്ങൾ തുടങ്ങിയ കാവ്യനിർമ്മിതികൾ അക്കാലത്ത് പതിവായിരുന്നു. ഇതിൻ്റെ തുടർച്ചയായി വേണം കുഞ്ഞുകുട്ടൻ തമ്പുരാൻ്റെ അത്ഭുത പ്രവൃത്തിയായ മഹാഭാരത വിവർത്തനം കരുതേണ്ടത്. 1,25,000 ശ്ലോകങ്ങളുള്ള മഹാഭാരതം അദ്ദേഹം 874 ദിവസം കൊണ്ട് സംസ്കൃതത്തിൽ നിന്ന് മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തു. ഇത്ര ബൃഹത്തായ ഒരു കൃതി വൃത്താനുവൃത്തം പദാനുപദം ഒരാൾ തന്നെ തർജ്ജമ ചെയ്തതിന് വേറെ ഉദാഹരണമില്ല ലോകത്തൊരിടത്തും. അനായാസവും ആകർഷകവുമായിരുന്നു വിവർത്തനം എന്നതിന് ഭഗവത്ഗീതയിലെ ആദ്യ ശ്ലോകം മാത്രം നോക്കിയാൽ മതി. ധർമ്മക്ഷേത്രേ കുരുക്ഷേത്രേ സമവേദോ യുയുത്സവ, മാമകാ പാണ്ഡവാശ്ചൈവ കിമകുർവത സഞ്ജയ. അതിൻ്റെ പരിഭാഷ ഇങ്ങനെ: ധർമ്മക്ഷേത്രം കുരുക്ഷേത്രം പുക്കുപോരിന്നിറങ്ങിയോർ എൻ കൂട്ടരും പാണ്ഡവരും എന്തു ചെയ്തിതു സഞ്ജയ. കാവ്യക്കളരിയിലെ നിരന്തര പരിശീലനമാണ് മഹാകവി കുഞ്ഞുകുട്ടൻ തമ്പുരാനെ ഈ മഹാത്ഭുതം കാണിക്കുവാൻ പ്രാപ്തമാക്കിയത്. പ്രസംഗവേദിയിൽ നിന്നുകൊണ്ട് അദ്ദേഹം ചോദിക്കുമായിരുന്നു അത്രേ, പ്രസംഗം പദ്യത്തിൽ വേണമോ ഗദ്യത്തിൽ വേണമോ എന്ന്. സദസ്യർ പദ്യത്തിൽ വേണമെന്ന് പറഞ്ഞാൽ സരസമായി അനായാസമായി വൃത്തബദ്ധമായി എത്ര നേരം വേണമെങ്കിലും അദ്ദേഹം പ്രസംഗിക്കുമായിരുന്നു. ഈ സിദ്ധിവിശേഷം ഇന്ന് ആർക്കെങ്കിലും ഉണ്ടോ എന്ന് കണ്ടുപിടിക്കേണ്ടതുണ്ട്. ഇല്ലെങ്കിൽ ഉണ്ടാക്കാൻ വഴികളുണ്ടെന്ന് തിരിച്ചറിയേണ്ടതുണ്ട്. എങ്ങനെയാണ് ഇത് സാധ്യതപ്രായമാകുക? ഒന്ന്, കവിതകൾ എഴുതി കൂട്ടുവിൻ കൂട്ടുകാരെ എന്ന് ആഹ്വാനം ചെയ്ത കുഞ്ഞുകുട്ടൻ തമ്പുരാൻ്റെ പ്രവർത്തന രീതി മനസ്സിലാക്കുക. 2, പ്രായോഗിക പരിശീലനം തന്നെ. സൈക്കിൾ ചവിട്ടാൻ പഠിച്ചതുപോലെ ക്രമാനുക്രമമായ പരിശീലനം ചെയ്യാവുന്നതാണ്. ചില ടിപ്പുകൾ നമുക്കൊന്ന് നോക്കാം. ഏകാവൃത്തം തന്നെയാകട്ടെ അവലംബം. സമയം എത്രയായി? 3, 2, 2 ആണല്ലോ അക്ഷരക്രമം. ഇത് ഒരു ചോദ്യരൂപേണ ചൊല്ലുമ്പോൾ എങ്ങനെയിരിക്കും? സമയം എത്രയായി, സമയം എത്രയായി. മറുപടി പദ്യത്തിൽ തന്നെ നൽകുമ്പോൾ എങ്ങനെയിരിക്കും? താളമുറയ്ക്കാൻ മറുപടി നീണ്ടുപോയാലും കുഴപ്പമില്ല. നോക്കൂ: 1 2 2 3 3 4 4 5 5 6 6 7 7 8 9 സമയം 10 മണി. ഇവിടെയെല്ലാം നാം ശ്രദ്ധിക്കുന്നത് കാവ്യാത്മകതയേക്കാൾ താളാത്മകതയാണ്. ഇതിനെ കവിത എന്ന് വിളിക്കാതെ പദ്യമെന്ന് വിളിച്ചാലും മതി. ഈ അടിത്തറ ഭദ്രമായി കഴിയുമ്പോൾ ഇതിന്മേൽ മണിഹർമ്മ്യങ്ങൾ പണിയാം. വൈലോപ്പിള്ളിയുടെ അരിയില്ലാഞ്ഞിട്ട് എന്ന കവിതയിലെ വരികളൊന്ന് ചൊല്ലാമോ? അപ്പാവം ജീവിച്ച നാൾ അവനെ തുണയ്ക്കാഞ്ഞോർ തൽപ്രാണനെടുത്തപ്പോൾ താങ്ങുവാൻ മുതിർന്നെത്തി. പെരിയോർകളെപ്പോലെ ചെറിയോർകളും മണ്ണിൽ മരണത്തിനു ശേഷം മാലോകർക്കിഷ്ടം ചേർപ്പൂ. മരണത്തിനു ശേഷം മാലോകർക്കിഷ്ടം ചേർപ്പൂ. ഇടശ്ശേരിയുടെ അങ്ങേ വീട്ടിലേക്ക് എന്ന കവിതയിലെ ചില വരികൾ കേൾക്കാം. പൂമുഖം വിദ്യുദ്ദീപ ശോഭയാലോളം വെട്ടും
ആ മണിഹർമ്മ്യത്തിൻ്റെ മുറ്റത്തു നിന്നു വൃദ്ധൻ. മാന്യമായുടുപ്പിട്ട 2 പേർ സുഹൃത്തുക്കളായിടാം. ജാമാതാവുണ്ടവരൊത്തിരിക്കുന്നു. അദ്ദേഹം കണ്ടു തന്നെ. കണ്ടവാറ കൺകളിൽ പ്രദ്യോതിച്ചതു ഹാർദ സ്വാഗത തെളിവല്ല. പന്തികേടുകൾ കണ്ടു മിത്രങ്ങൾ വീണ്ടും ചോദ്യം. എന്തുണ്ടു വിശേഷമി കിഴവൻ നിങ്ങൾക്കാരോ? പാടുപെട്ടുണ്ടാക്കിയ പുഞ്ചിരിയോടാ വൃദ്ധൻ ചോടുമാറ്റിക്കൊണ്ടേറെ ഭംഗിയിലേവം ചൊല്ലി. വഴി തെറ്റുന്നു വയസ്സാവുമ്പോൾ അങ്ങേ വീട്ടിൽ കയറേണ്ടതാണയാൾ. ഇറങ്ങി കൂനിക്കൂടി. ഇത്തരത്തിൽ ഏതു കഥയും ഏത് അനുഭവവും നമുക്ക് എഴുതാം. അതിനുവേണ്ടി ചില പ്രവർത്തനങ്ങൾ നമുക്ക് ഏറ്റെടുക്കാം. ഇരിക്കുന്ന സ്ഥലത്തെ കാണുന്ന കാഴ്ചകളെ ഒരു ദൃക്സാക്ഷി വിവരണം പോലെ താളാത്മകമാക്കാം. ഉദാഹരണമായി, ഫാനുകൾ കറങ്ങുന്നു, താഴെ ഞാനിരിക്കുന്നു, കൈകളിൽ പിടിച്ചൊരു പുസ്തകം വായിക്കുന്നു, ചുമരിലിരുന്നെന്നെ നോക്കുന്നു മഹാത്മാക്കൾ, ഗാന്ധിജി, ജവഹർലാൽ, തകഴി, ടാഗോർ, ബഷീർ. യാത്രയിലാണെങ്കിലോ മരങ്ങളോടുന്നുണ്ട് ഇരുഭാഗത്തും വേഗം, ദൂരെയുണ്ടൊരു കുന്നു, നിൽക്കുന്നു പരിഭ്രാന്തം, വറ്റിയ കൈത്തോടുകൾ കൈതയോടുരയ്ക്കുന്നു, എന്തു പറ്റി ചങ്ങാതി, എന്തു ഞാൻ ചെയ്തിടേണ്ടു? കുഞ്ഞുകുട്ടൻ തമ്പുരാനെ പോലെ ഒരു പ്രസംഗമായാലോ? എത്രയും ബഹുമാനപ്പെട്ടതാം അധ്യക്ഷനും സദസ്സിൽ ഉപവിഷ്ടരായവർക്കെല്ലാവർക്കും വന്ദനം, നമസ്കാരം. തുടർന്നൊന്ന് സംസാരിച്ചു നോക്കൂ. പദ്യത്തിൽ താളം ഉള്ളിലുണ്ടല്ലോ. വാക്കുകൾ ആ മൂശയിലേക്ക് കോരിയൊഴിക്കുക. പേടിക്കേണ്ട, നാണിക്കേണ്ട. ഊർജ്ജസ്വലമായി നമുക്ക് പോകാം. മുന്നോട്ട്, മുന്നോട്ട്. നന്ദി. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ മലയാളം. എവിടെയെല്ലാം മലയാളി, അവിടെയെല്ലാം മലയാളം. ഇത് റേഡിയോ മലയാളം. എവിടെയെല്ലാം മലയാളി, അവിടെയെല്ലാം മലയാളം. കിളിവാതിലിൽ ഇനി കവി ആർ രാമചന്ദ്രൻ്റെ കാവ്യജീവിതത്തിലൂടെ ഒരു സഞ്ചാരം. രചന, അവതരണം ഡോക്ടർ MD ശശി, ഭാഷാധ്യാപകൻ, മലയാളം മിഷൻ. മലയാളത്തിലെ ആധുനിക കവികളിൽപ്പെട്ട ആർ രാമചന്ദ്രൻ വളരെ കുറച്ച് കവിതകൾ മാത്രമേ എഴുതിയിട്ടുള്ളൂ. പ്രകൃതിയെയും അസാന്നിധ്യത്തിലുള്ള ദൈവവിശ്വാസത്തെയും വിഷാദത്തെയും അവലംബിച്ച് ആധുനികതയുടെ സവിശേഷതകൾ നിലനിർത്തിക്കൊണ്ട് വ്യത്യസ്തമായ കവിതകൾ അദ്ദേഹം അനുവാചകനിലെത്തിച്ചു. ആധുനിക കവിതകളുടെയും മുഖമുദ്രയായ അസ്തിത്വവാദം, അന്യവൽക്കരണം, അസംബന്ധബോധം, വിഷാദം, ശൂന്യത, മരണബോധം എന്നിവ നിറഞ്ഞു നിൽക്കുന്നതാണ് ആർ രാമചന്ദ്രൻ്റെ കവിതകൾ. മുരളി, സാന്ധ്യനികുഞ്ചങ്ങൾ, ശ്യാമസുന്ദരി, പിന്നെ, എന്തിനീ യാത്ര എന്നീ കവിതാ സമാഹാരങ്ങളിലായി 51 കവിതകളും പ്രമുഖ പാശ്ചാത്യ കവികളുടെ അത്ര തന്നെ കവിതകളുടെ തർജ്ജമകളും പുതുമുദ്രകൾ എന്ന പേരിൽ എഡിറ്റ് ചെയ്ത ഒരു പുസ്തകവും മാത്രം മലയാളത്തിന് നൽകിയ ഈ കവി ധ്യാനത്തിൻ്റെയും മനനത്തിൻ്റെയും ഏകാന്തതയുടെയുമായ ലോകം സൃഷ്ടിച്ചു. കവിത എഴുതപ്പെടേണ്ടതല്ല എന്ന് വിശ്വസിച്ചിരുന്ന ഈ കവി ഒരു തരത്തിലുമുള്ള പ്രലോഭനങ്ങൾക്കും വഴങ്ങിയിട്ടില്ല. ഒരു അധ്യാപകൻ എന്ന നിലയ്ക്കുള്ള ഉൾക്കാഴ്ചയും ലോക സാഹിത്യവുമായുള്ള ബന്ധവും അറിവിൻ്റെ ചക്രവാളങ്ങൾ വിപുലപ്പെടുത്തിയപ്പോഴും ഒരു തരത്തിലുള്ള പ്രത്യയശാസ്ത്രങ്ങളിലോ വിശ്വാസങ്ങളിലോ ഭാഗഭാക്കാകാൻ ഈ കവി തയ്യാറായിരുന്നില്ല. മലയാളത്തിലെ ആധുനിക കവികളും അതിനുശേഷം
കവിത എഴുതുന്നവരും പ്രമുഖരായ സാഹിത്യകാരന്മാരുമെല്ലാം ഗുരുതുല്യനായി കാണുന്ന, ആർക്കും അനുകരിക്കാൻ പോലുമാകാത്ത സിദ്ധിവിശേഷവുമായി ഒരു മന്ദസ്മിതം പോലെ കടന്നു വന്ന് അവസാനിച്ച ആ രാമചന്ദ്രൻ 1923 ജനിച്ചത്. 2005 അദ്ദേഹത്തിൻ്റെ ജീവൻ വെടിഞ്ഞത്. ആധുനികത മലയാള ഭാഷയിലും സാഹിത്യത്തിലും പ്രകടമായ സ്വാധീനങ്ങൾ സൃഷ്ടിച്ച പ്രസ്ഥാനം. കവിതയിൽ ആധുനികതയുടെ ആവിഷ്കാരങ്ങൾ ഇന്നും പ്രസക്തമായി തന്നെ തുടരുന്നുമുണ്ട്. ആധുനിക കവികളുടെ വൃത്ത പരീക്ഷണങ്ങൾ, കവിതകളിൽ വരുത്തിയ ഘടനാപരമായ മാറ്റങ്ങൾ, കവികൾ അനുവർത്തിക്കുന്ന സ്വാതന്ത്ര്യങ്ങൾ, പ്രാസനിഷേധം എല്ലാം ആർ രാമചന്ദ്രന്റെ കവിതകളിൽ സ്ഥാനം പിടിക്കുന്നതായി കാണാം. കവിയായി ജീവിക്കലാണ് കാര്യം, കവിത എഴുതലല്ല എന്ന ചിന്തയിൽ ജീവിച്ച ഈ ആധുനിക കവിയുടെ മുഖമുദ്ര തന്നെ വിഷാദമാണ്. ശൂന്യതാവാദമാണ് മറ്റൊരു പ്രധാന പ്രത്യേകതയായി കാണാൻ കഴിയുക. ആത്മാന്വേഷണത്തിന്റെ ഭാഗമായി കവിതകൾ എഴുതുന്നു എന്ന് തോന്നിപ്പോകുന്നവയാണ് അദ്ദേഹത്തിന്റെ കവിതകൾ. എന്നാൽ ഈ ദുഃഖത്തെയും ശൂന്യതയെയും പ്രതിരോധിക്കുന്ന സ്നേഹദർശനമായി ആ കവിതകൾ അനുവാചകന് അനുഭവപ്പെടും. സംഘഗീതികളിൽ നിന്നും അകന്നു നിൽക്കുന്നതാണ് അദ്ദേഹത്തിന്റെ കവിതകളെന്ന് മനസ്സിലാക്കാൻ കഴിയും. മകളുടെ വിവാഹം പ്രമേയമാകുന്ന സൂര്യകിരണം, അജന്ത സന്ദർശനം വിഷയമാകുന്ന അജന്ത, ഗ്രാമത്തോട് നന്ദി പറയുന്ന കൃതജ്ഞത, വീരത്വം കൊണ്ട് പ്രസ്ഥാനം വിട്ട വിപ്ലവകാരിയുടെ കഥ വിഷയമാക്കിയ പിരിഞ്ഞുപോയ സുഹൃത്തിനോട്, സൗഹൃദം, നീലവെളിച്ചം എന്നീ കവിതകൾ മൂർത്തമായ ജീവിതാനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നതായി കാണാം. ഇതിൽ പലപ്പോഴും നിശ്ചലതയുടെ ബിംബങ്ങളാണ് പ്രയോഗിക്കുന്നത്. 16 കവിതകളെങ്കിലും ദുഃഖമാണ് പ്രമേയമാക്കുന്നത്. എല്ലാ കവിതകളും അസ്തിത്വത്തിന്റെ വിവിധ നിലപാടുകളെ സൂചിപ്പിക്കുന്നുമുണ്ട്. ആർ രാമചന്ദ്രന്റെ കവിതയിലെ ആധുനിക പ്രവണതകൾ മലയാള സാഹിത്യത്തിലെ ഒരു നാഴികക്കല്ലാണ്. അസ്തിത്വവാദം ആധുനിക മലയാള സാഹിത്യത്തിൽ നിർണായകമായ രീതിയിൽ ചേർന്നു പോകുന്നുണ്ട്. 19-ാം നൂറ്റാണ്ടിന്റെ പകുതിയാകുമ്പോൾ യൂറോപ്പിൽ മുളപൊട്ടിയ അസ്തിത്വവാദം 20-ാം നൂറ്റാണ്ടിൽ 2 ലോകമഹായുദ്ധങ്ങൾക്ക് ശേഷമാണ് ഇന്ത്യയിൽ വേരൂന്നിയത്. മനുഷ്യന്റെ നിലനിൽപ്പിനെ കുറിച്ചുള്ള ബോധത്തിൽ നിന്നായിരുന്നു അസ്തിത്വവാദത്തിന്റെ പിറവി. അസ്തിത്വവാദത്തിന്റെ സവിശേഷതകളായ അന്യവൽക്കരണം, ശൂന്യതാവാദം, മോഹഭംഗം, മരണം എന്നിങ്ങനെയുള്ള പ്രമേയങ്ങൾ ആധുനിക കവിതകളെ പല പ്രകാരം സ്വാധീനിക്കുന്നതായി കാണാം. സ്വത്വാന്വേഷണത്തിന്റെ ഒരു സവിശേഷ മുഖമായിട്ടാണ് അസ്തിത്വവാദത്തെ ആധുനിക കവികൾ ഉപയോഗിക്കുന്നത്. അസ്തിത്വ ദർശനത്തെ മൗലികമായി തൻ്റെ കവിതകളിൽ ചേർത്തുവെച്ച ഒരാളാണ് ആർ രാമചന്ദ്രൻ. അതിരുകളില്ലാത്ത മനുഷ്യ സ്നേഹത്തിന്റെ ഉദാത്തതയെക്കുറിച്ച് പാടുന്ന അസ്തിത്വവാദത്തിന്റെ കവികളിൽ മലയാളത്തിലെ ഒന്നാമത്തെ ആളായി നാം പരിഗണിക്കുന്നത് ആർ രാമചന്ദ്രനെയാണ്. ഞാൻ ആരാണ്, എനിക്കെന്തെല്ലാം ചെയ്യാൻ കഴിയും, ഇങ്ങനെ അവനവനെ തന്നെ അസ്തിത്വവാദം വിലയിരുത്തുന്നതായി കാണും. ഓരോ മനുഷ്യനും സ്വന്തം അസ്തിത്വത്തെ തിരിച്ചറിയാനുള്ള പല തെരഞ്ഞെടുപ്പുകളും നടത്തുന്നുവെന്നും പരിമിതമായ ജീവിതവും ശൂന്യതാബോധവും അവനെ എപ്പോഴും വിഷാദവാനാക്കുന്നതുമെല്ലാം ആർ രാമചന്ദ്രന്റെ കവിതകളിൽ നമുക്ക് തിരിച്ചറിയാൻ കഴിയും. ആധുനികതയുടെ സവിശേഷതകൾ മുഴുവൻ പ്രകടിപ്പിച്ച കവിയാണ് ആർ രാമചന്ദ്രൻ. പ്രകൃതിയും അതിന്റെ മറുപുറത്തു നിൽക്കുന്ന ഈശ്വരന്റെ അദൃശ്യ സാന്നിധ്യവുമാണ് അദ്ദേഹത്തിന്റെ കവിത്വത്തെ ഏറെ സ്വാധീനിച്ചത്. പ്രകൃതിയെക്കുറിച്ച് കവിതകൾ ആസ്വദിച്ച് എഴുതിയെങ്കിലും അദ്ദേഹം പ്രകൃതിയെ ഒരു മാധ്യമമായി ഉപയോഗിച്ചിട്ടില്ല. ഭാവഗീത സദൃശമായ ഗാനങ്ങളുടെ അനുകർത്താവായിരുന്നു അദ്ദേഹം. കവിതകൾ ബിംബാത്മകവും ഗഹനവുമാണ്. ചോദ്യചിഹ്നങ്ങളിലാണ് കവിതകൾ പലതും അവസാനിക്കുന്നത്. ഞാൻ ആണ് കവിതകളിലെ പ്രധാന കഥാപാത്രം. കുറും കവിതാശാഖ കവിയെ ഏറെ സ്വാധീനിച്ചിട്ടുള്ളതായി കാണാം. സാമൂഹികമായ വിഷയങ്ങളിലൊന്നും കവി വലിയ രീതിയിൽ അഭിരമിക്കുന്നില്ല എന്നതാണ് അദ്ദേഹത്തിന്റെ കവിതയെ സംബന്ധിച്ച ഒരു വിമർശനം. ആത്മാന്വേഷണമാണ് കവിതകളിലൂടെ അദ്ദേഹം സാധ്യമാകുന്നത്. ഘടനാപരമായ ശൈഥില്യങ്ങൾ കവിതയെ പൊതിഞ്ഞു നിൽക്കുന്നു. ജി ശങ്കരക്കുറുപ്പും പി കുഞ്ഞിരാമൻ നായരുമാണ് ആർ രാമചന്ദ്രനെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ച മലയാള കവികൾ എന്ന് കാണാം. ജീവിതാനുഭവത്തെ തൻ്റേതു മാത്രമായ കാഴ്ചപ്പാടിലൂടെ വീക്ഷിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ആർ രാമചന്ദ്രന്റെ കാവ്യശൈലി രൂപപ്പെടുത്തിയിട്ടുള്ളത്. സ്വകാര്യമായ അനുഭൂതികൾ ആവിഷ്കരിക്കുന്നതിന്
സവിശേഷമായ പദങ്ങൾ വരികൾക്കിടയിൽ ഔചിത്യപൂർവ്വം പ്രയോഗിക്കുന്നത് ശ്രദ്ധേയമാണ്. ശൈലീപരമായ വൈവിധ്യമാണ് ആർ രാമചന്ദ്രന്റെ കവിതകളുടെ പ്രധാന സവിശേഷത. വാക്യവിന്യാസവും പദവിന്യാസവും കീഴ്മേൽ മറിയുന്ന ചിന്തകളും വികാരങ്ങളുമെല്ലാം ഈ വൈവിധ്യത്തിന് കാരണമാകുന്നു. ബാല്യകാല ജീവിതം വ്യക്തിത്വത്തെയും കാവ്യശൈലിയെയും രൂപപ്പെടുത്തുന്നതിൽ വലിയ പങ്ക് വഹിച്ചതായി കാണാം. അദ്ദേഹത്തിന്റെ കവിതകളിലെ താളപരമായ ആവിഷ്കാരങ്ങൾ ശ്രദ്ധേയമാണ്. വിവിധ ഭാവങ്ങളെ സൂക്ഷ്മമായി സംഗീതാത്മകമായ ശൈലിയിൽ മാർദ്ദവത്തോടെ പ്രതിപാദിക്കുന്നതിൽ കവിയുടെ സംഗീതാഭിരുചി പ്രകടമാകുന്നു. കേകവൃത്തമാണ് കൂടുതലായി ഉപയോഗിക്കുന്നത്. താളക്രമം ഭാവാവിഷ്കാരത്തിനുള്ള സജീവോപാധിയായി കവിതകൾ പരിഗണിക്കുന്നു. ചില ഭാഷണ ശബ്ദങ്ങൾ പലതവണ ആവർത്തിച്ച് കേൾക്കാൻ ഇമ്പമുള്ളതാക്കുന്ന ശൈലി ആകർഷകമാണ്. വാക്കിന്റെ അർത്ഥത്തെക്കാൾ മനോഭാവത്തിന്റെ പ്രസരണത്തിനാണ് പ്രാധാന്യം നൽകുന്നത്. അതിസാദൃശ്യം, ഉപയോഗിച്ചു പഴകിയ പ്രയോഗങ്ങൾ, അനുഭവങ്ങളുടെ സ്ഥിര അവതരണ രീതികൾ എന്നിവ ഒഴിവാക്കുന്നത് അദ്ദേഹത്തിന്റെ കവിതയുടെ സവിശേഷതയാണ്. കാവ്യശരീരത്തിന്റെ ദൈർഘ്യം കുറയ്ക്കൽ, വാക്കുകൾ മിതമായി ഉപയോഗിക്കുന്നത്, കൂട്ടിച്ചേർക്കുന്നതിൽ കാണിക്കുന്ന ശ്രദ്ധ എന്നിങ്ങനെ വാക്യതലത്തിലുള്ള പ്രത്യേക ശൈലി കവിതകളിൽ പ്രയോഗിക്കുന്നു. സ്വപ്നങ്ങൾ, മനോവിഭ്രാന്തികൾ, ചിത്രകല, സംഗീതം എന്നിങ്ങനെ അലക്ഷ്യമായ വിചാര വ്യാപാരങ്ങൾക്ക് കവിതയിൽ ഇടം നൽകുന്നുണ്ട്. പ്രതീകങ്ങളെയും അദ്ദേഹത്തിന്റെ കവിത ആവർത്തിക്കുന്നു. ഇംഗ്ലീഷ്, ലാറ്റിൻ അമേരിക്കൻ ഭാഷകളിലെ കവികളുടെ സർഗ സ്വാതന്ത്ര്യവും മാർഗവ്യതിയാനങ്ങളും ഉൾക്കൊണ്ട് അവരുടെ രചനാ സമ്പ്രദായങ്ങളെ തന്റെ ശൈലിയിലേക്ക് ആവാഹിച്ചു നടത്തിയ കാവ്യ പരിഭാഷകൾ മലയാള കവിതയിൽ നല്ല സ്വാധീനവും പരിവർത്തനവും ഉണ്ടാക്കി. പാശ്ചാത്യ കാവ്യങ്ങളിൽ എടുത്തു കാണിക്കാൻ കഴിയുന്ന ഉള്ളടക്ക കേന്ദ്രിതമായ അവസ്ഥ മലയാളത്തിലില്ല. ഉൾക്കട്ടി കുറവായ, വ്യവസ്ഥാരഹിതമായ, ദുർഗ്രഹമായ ഒന്നായി ആധുനികത വിമർശിക്കപ്പെട്ടിട്ടുമുണ്ട്. എന്നാൽ ആധുനികതയുടെ കവി എന്നറിയപ്പെടുമ്പോഴും ആർ രാമചന്ദ്രൻ ദുർഗ്രാഹ്യതയ്ക്കോ രസഭംഗത്തിനോ ഒന്നും മുതിരുന്നില്ല. സമൂഹത്തിലും സംസ്കാരത്തിലുമുണ്ടായ അർത്ഥമില്ലാത്ത ശബ്ദങ്ങൾ തന്റെ മൗനം കൊണ്ടാണ് അദ്ദേഹം പ്രതിരോധിച്ചത്. എന്നാൽ ലോക കവിതയുടെ പുത്തൻ ധാരയെക്കുറിച്ച് നിരന്തരമായ വിനിമയം നടത്താൻ സമയം കണ്ടെത്തുകയും സുഹൃത്തുക്കൾക്ക് വാചാലമായി അത് പങ്കുവെക്കുന്നതും അദ്ദേഹത്തിന് വലിയ താല്പര്യമുള്ള കാര്യമായിരുന്നു. തന്റെ കവിതയ്ക്കുള്ളിലെ സ്വത്വത്തെ സ്വയം നിർവചിക്കാനും ഓരോ കവിതയിലും കൂടുതൽ മെച്ചപ്പെട്ടതാക്കാനും അദ്ദേഹത്തിന് കഴിഞ്ഞു. വികാരത്തിലും വിചാരത്തിലും കവിത എഴുത്തിന്റെ സാഫല്യം മാത്രം തേടിയിരുന്ന അനുഗ്രഹീതനായ കവിശ്രേഷ്ഠനായിരുന്നു ആർ രാമചന്ദ്രൻ. റേഡിയോ മലയാളം, എവിടെയെല്ലാം മലയാളി അവിടെയെല്ലാം മലയാളം. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ മലയാളം, എവിടെയെല്ലാം മലയാളി അവിടെയെല്ലാം മലയാളം. കിളിവാതിലിൽ ഇനി ഒരു കവിത കേൾക്കാം. അവതരണം ഇന്ദുലേഖ. കണിക്കുന്ന വിദ്യാർത്ഥിനി, കാവേരി പഠന കേന്ദ്രം, ദ്വാരക, ഡൽഹി. കവി ശ്രീ വൈലോപ്പിള്ളി ശ്രീധരമേനോന്റെ മാമ്പഴം എന്ന കവിത. നമസ്കാരം, എൻ്റെ പേര് ഇന്ദുലേഖ ആർ വാസുദേവൻ. ഞാൻ കാവേരി പഠന കേന്ദ്രത്തിൽ പഠിക്കുന്നു. ഇന്ന് ഞാൻ വൈലോപ്പിള്ളി ശ്രീധരമേനോൻ എഴുതിയ ഒരു കവിത ചൊല്ലാൻ പോവാണ്. മാമ്പഴം. അങ്കണത്തൈമാവിൽ നദ്യത്തെ പഴം വീഴെ അമ്മ തന്നേത്രത്തിൽ നിന്നുതിർന്നു ചൂടു കണ്ണീർ. 4 മാസത്തിൻ മുൻപിൽ ഏറെ നാൾ കൊതിച്ചിട്ടി ബാലമാഗന്ധം പൂവേട്ടുണ്ണികൾ വിരിയവേ. അമ്മ തൻ മണിക്കുട്ടൻ പൂത്തിരി കത്തിച്ചപ്പോൾ അമ്മലർ ചെണ്ടൊന്നോടെ ചാടുത്തെത്തി. ചോടിച്ചു മാതാവപ്പോൾ ഉണ്ണികൾ വിരിഞ്ഞ പൂ ഒടിച്ചു കളഞ്ഞല്ലോ കുസൃതി കുരുന്നെ നീ. മാങ്കനി വീഴും നേരം ഓടിച്ചെന്നെടുക്കണ്ടോൻ പൂങ്കുല തല്ലുന്നതു തല്ലുകൊള്ളാഞ്ഞിട്ടല്ലേ. പൈതലിൻ ഭാവം മാറി
വദനാംഭുജം വാടി കൈതവം കാണാ കണ്ണീർ കണ്ണുനീർ തടാകമായി. മാമ്പഴം പെറുക്കുവാൻ ഞാൻ വരുന്നില്ലെന്നവൻ മാൻപേഴും മലർക്കുല എറിഞ്ഞു വെറും മണ്ണിൽ. വാക്കുകൾ കൂട്ടിച്ചൊല്ലാൻ വയ്യാത്ത കിടാങ്ങളെ ദീർഘദർശനം ചെയ്യും ദൈവജ്ഞരല്ലോ നിങ്ങൾ. തുങ്കമാമീനച്ചുടാൽ തൈമാവിൻ മരതക കിങ്ങിണി സൗഗന്ധിക സ്വർണമായി തീരും മുൻപേ മംഗനി വീഴാൻ കാത്തു നിൽക്കാതെ മാതാവിൻ്റെ പൂങ്കുയിൽ കൂടും വിട്ടു പരലോകത്തെ പുകി. വനവർ കാരോമലായി പാരിനെ കുറിച്ചുദാസീനനായി ക്രീഡാരസ ലീനനായി അവൻ വാഴ്കെ. അങ്കണത്തൈമാവിൽ നിന്നദ്യത്തെ പഴം വീഴ്കെ. അമ്മ തന്നിത്രത്തിൽ നിന്ന് ഉതിർന്നു ചൂടു കണ്ണീർ. നന്ദി. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ മലയാളം. എവിടെയെല്ലാം മലയാളി അവിടെയെല്ലാം മലയാളം. ഇത് റേഡിയോ മലയാളം. എവിടെയെല്ലാം മലയാളി അവിടെയെല്ലാം മലയാളം. കിളിവാതിലിൽ ഇനി ഗാന്ധിജിയുടെ എൻ്റെ സത്യാന്വേഷണ പരീക്ഷണത്തിലെ ചെറിയൊരു ഭാഗം കേൾക്കാം. അവതരണം രേഖ സതീഷ്, മലയാളം മിഷൻ അധ്യാപിക, ഡൽഹി. ഭാഗം 3. കൊടുങ്കാറ്റിൻ്റെ ഇരമ്പൽ. ഭാര്യയോടും കുട്ടികളോടുമൊപ്പമുള്ള എൻ്റെ ആദ്യത്തെ കപ്പൽ യാത്രയായിരുന്നു ഇത്. മധ്യവർത്തി ഹിന്ദുക്കളുടെ ഇടയിലെ ശൈശവവിവാഹം മൂലം ഭർത്താവ് വിദ്യാഭ്യാസമുള്ളയാളും ഭാര്യ ഫലത്തിൽ നിരക്ഷരയും ആയിരിക്കുമെന്ന് ഈ ആഖ്യാനത്തിനിടയ്ക്ക് ഞാൻ പലപ്പോഴും നിരീക്ഷിച്ചിട്ടുണ്ട്. അങ്ങനെ വലിയൊരു വിടവ് അവരെ തമ്മിൽ അകറ്റുന്നു. ഭർത്താവിന് ഭാര്യയുടെ അധ്യാപകനാകേണ്ടിയും വരുന്നു. അതിനാൽ എൻ്റെ ഭാര്യയും കുട്ടികളും ധരിക്കേണ്ട വസ്ത്രങ്ങളുടെ വിശദാംശങ്ങളും കഴിക്കേണ്ട ഭക്ഷണവും പുതിയ ചുറ്റുപാടുകളിൽ അവർക്ക് യോജിച്ച പെരുമാറ്റ രീതികളും എന്താവണമെന്ന് എനിക്ക് സ്വയം ചിന്തിച്ച് കണ്ടെത്തേണ്ടിയിരുന്നു. അക്കാലത്തെ ചില ഓർമ്മകൾ ഇപ്പോൾ അയവിറക്കാൻ രസമുണ്ട്. ഭർത്താവിനെ പൂർണ്ണമായി അനുസരിക്കുക എന്നതാണ് ഒരു ഹിന്ദു ഭാര്യ തൻ്റെ ഏറ്റവും വലിയ മതധർമ്മമായി കണക്കാക്കുന്നത്. തൻ്റെ താളത്തിനൊത്ത് എപ്പോഴും തുള്ളേണ്ടവളായ ഭാര്യയുടെ നാഥനും പ്രഭുവുമായി ഒരു ഹിന്ദു ഭർത്താവ് സ്വയം കണക്കാക്കുന്നു. പരിഷ്കാരമുള്ളവരായി കണക്കാക്കുന്നതിന് കഴിയുന്നിടത്തോളം വസ്ത്രവും പെരുമാറ്റവും യൂറോപ്യൻ രീതിയിലാക്കണമെന്ന് ഈ എഴുതുന്ന കാര്യങ്ങൾ നടന്ന കാലത്ത് ഞാൻ വിശ്വസിച്ചിരുന്നു. കാരണം അങ്ങനെ ചെയ്താലേ നമുക്ക് കുറച്ച് സ്വാധീനമുണ്ടാക്കാൻ കഴിയൂ എന്നും സ്വാധീനമില്ലാതെ സമുദായ സേവനം സാധ്യമല്ലെന്നും ഞാൻ വിചാരിച്ചു. അതുകൊണ്ട് എൻ്റെ ഭാര്യയ്ക്കും കുട്ടികൾക്കുമുള്ള വസ്ത്രത്തിൻ്റെ രൂപം എന്തായിരിക്കണമെന്ന് ഞാൻ നിശ്ചയിച്ചു. കത്യവാറിൽ നിന്നുള്ള ബനിയകളായി അവർ അറിയപ്പെടുന്നത് ഞാനെങ്ങനെ ഇഷ്ടപ്പെടും? ഇന്ത്യക്കാരിൽ ഏറ്റവും സംസ്കാരമുള്ളവരായി അക്കാലത്ത് കണക്കാക്കിയിരുന്നത് പാഴ്സികളാണ്. അതിനാൽ പൂർണ്ണമായി യൂറോപ്യൻ രീതി സ്വീകരിക്കില്ലെന്ന് തോന്നിയപ്പോൾ പാഴ്സി രീതിയാണ് ഞാൻ സ്വീകരിച്ചത്. അതുപ്രകാരം എൻ്റെ ഭാര്യ പാഴ്സി സാരിയും മക്കൾ പാഴ്സി കോട്ടും ട്രൗസറും ധരിച്ചു. ഷൂസും സ്റ്റോക്കിങ്ങും കൂടാതെ ആർക്കും കഴിയാൻ സാധ്യമല്ലായിരുന്നു. എൻ്റെ ഭാര്യയ്ക്കും മക്കൾക്കും അവയുമായി ഇണങ്ങാൻ കുറേ കാലം വേണ്ടി വന്നു. അവരുടെ കാല് ബൂട്ട്സിൽ ഞെരുങ്ങി വേദനിച്ചിരുന്നു. സോക്സ് വിയർപ്പ് കൊണ്ട് നാറുകയും ചെയ്തു. കാലിലെ വിരലുകൾ പലപ്പോഴും പൊട്ടുമായിരുന്നു. ഈ ആക്ഷേപങ്ങൾക്കെല്ലാം എൻ്റെ ഉത്തരങ്ങൾ റെഡിയായിരുന്നു. എന്നാൽ എൻ്റെ മറുപടിയേക്കാൾ എൻ്റെ അധികാര ശബ്ദമായിരുന്നു അവർക്കത് ബോധ്യമാകാൻ കാരണമായി തീർന്നതെന്ന് ഞാൻ വിചാരിക്കുന്നു. വസ്ത്രധാരണത്തിൽ വേറെ മാർഗമില്ലായിരുന്നതുകൊണ്ട് ഈ മാറ്റങ്ങൾ അവർ അംഗീകരിച്ചു. അതേ മനോഭാവത്തോടും എന്നാൽ കൂടുതൽ മടിയോടും കൂടി അവർ ഭക്ഷണം കഴിക്കാൻ കത്തിയും മുള്ളും ഉപയോഗിച്ചു തുടങ്ങി. ഈ പരിഷ്കാര ചിഹ്നങ്ങളോടുള്ള എൻ്റെ ഭ്രമം
ക്ഷയിച്ചതോടുകൂടി അവർ കത്തിയും മുള്ളും ഉപേക്ഷിച്ചു. വളരെ നാളായി പുതിയ രീതി സ്വീകരിച്ചിരുന്നതുകൊണ്ട് ആദ്യത്തെ സമ്പ്രദായത്തിലേക്ക് മടങ്ങിപ്പോകാൻ എനിക്ക് ബുദ്ധിമുട്ട് തോന്നിയിരിക്കണം. എന്നാൽ ആ പരിഷ്കാരത്തിൻ്റെ കാക്കപ്പൊന്നുകൾ ദൂരെ കളഞ്ഞതോടെ ഞങ്ങൾക്ക് കൂടുതൽ സ്വാതന്ത്ര്യവും ആശ്വാസവും അനുഭവപ്പെട്ടതായി എനിക്കിന്ന് കാണാൻ കഴിയും. റേഡിയോ മലയാളം, എവിടെയെല്ലാം മലയാളി അവിടെയെല്ലാം മലയാളം. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ മലയാളം, എവിടെയെല്ലാം മലയാളി അവിടെയെല്ലാം മലയാളം. കിളിവാതിലിൽ ഇനി ഒരു നോവൽ ഭാഗം കേൾക്കാം. ശ്രീ ബഷീറിൻ്റെ ആനവാരിയും പൊൻകുരിശും, ഭാഗം 6. അവതരണം വിനീത് പി സേതു, മലയാളം മിഷൻ അധ്യാപകൻ, ഡൽഹി. എല്ലാവർക്കും നമസ്കാരം. ശ്രീ വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ആനവാരിയും പൊൻകുരിശും. ആനമോഷണം മഹത്തായ ഒരു കലയാകുന്നു. ഈ വിശ്വാസം വെച്ചു പുലർത്തുന്നവരാണ് സ്ഥലത്തെ പ്രധാന ബുദ്ധിജീവികൾ. എങ്ങനെയാണ് ആനയെ മോഷ്ടിക്കേണ്ടത്? സ്വർണം, പണം, പെണ്ണ് എന്നിത്യാദികളെ മോഷ്ടിക്കുന്നത് പോലെയല്ല. ചരിത്ര വിദ്യാർത്ഥികളുടെ അറിവിലേക്കായി ആനമോഷണം എന്ന കലാപ്രവർത്തന രീതി ഇവിടെ പതുക്കെ വിവരിക്കാം. ആനവാരി രാമൻ നായർ, പൊൻകുരിശ് തോമ മുതലായ ദാർശനികർ പറഞ്ഞു വച്ചിട്ടുള്ളത് ആനമോഷണം വലിയ ബുദ്ധിമുട്ടൊന്നുള്ള കലാപരിപാടിയേ അല്ല, ചങ്കൂറ്റം. അത് സുലഭമായി തന്നെ ഉണ്ടായിരിക്കണം. ഡയലോഗ് തീരെ കുറഞ്ഞത് 3 എണ്ണമെങ്കിലും കയ്യിൽ കരുതുന്നത് നന്ന്. സംഭവം മൂക്കിൽ കൂടി മുഴക്കത്തോടെ നടയാനെ, സെറ്റിയാനെ, ഡത്തിയാനെ. ഇത് ചരിത്ര വിദ്യാർത്ഥികൾക്ക് 2-3 ദിവസത്തെ റിഹേഴ്സൽ കൊണ്ട് പരിശീലിപ്പിച്ചെടുക്കാൻ സാധിക്കും. ആനമോഷണം എന്ന കലാപരിപാടിക്ക് പറ്റിയ സമയം രാത്രിയാണെന്നത് മറക്കരുത്. നടുക്കൂർ പാതിരയാണ് ശുഭമുഹൂർത്തം. നിലാവ് വേണമെന്നൊന്നുമില്ല, ശുദ്ധമായ നാട്ടുവെളിച്ചം മതി. ആനയുടെ കാല് ഒരെണ്ണം വൃക്ഷത്തിൽ ചേർത്താണല്ലോ ചങ്ങല ചുറ്റി തളച്ചിരിക്കുന്നത്. ഒരു ചെറുകുളത്ത്, അതിലാണല്ലോ ചോരക്കണ്ണൻ, ഉണ്ടക്കറുമ്പൻ, തൂശിക്കൊമ്പൻ, തടിമാടനെ ബന്ധിച്ചിരിക്കുന്നത്. കൊളുത്തൂരുക, കശ്മലൻ ഫ്രീ, അത്രയേ ഉള്ളൂ. ഒച്ച കേൾപ്പിക്കാതെ ചുറ്റിയ ചങ്ങല അഴിക്കുക. നടയാനെ, സെറ്റിയാനെ, ഡത്തിയാനെ. പക്ഷേ കലാകാരനെ മണം, പുതുമണക്കാരനെ ക്ഷുഭിതൻ സഖാവ് ആന തുമ്പിക്കൈ കൊണ്ട് ചുറ്റിയെടുത്ത് നിലത്ത് കിടത്തി ആ ഞാഞ്ഞു ചവിട്ടും. വയറ്റുള്ള സർവ്വ സീക്രട്സും പിളുക്കോസ്ന്ന് പുറത്തു വരും. കലാകാരൻ വീരസ്വർഗം പ്രാപിക്കും. അങ്ങനെ വരുമ്പോൾ വീരസ്വർഗം പ്രാപിക്കാൻ യജ്ഞത്തിന് കലാകാരന്മാരുടെ ഒരു ചാവേർ പട തന്നെ വേണ്ടിവരും. അതിനേക്കാളൊക്കെ നല്ലത് ഒരു വാഴക്കൊലയാണ്. നേന്ത്രക്കൊല തന്നെ ആയിക്കോട്ടെ, നല്ലവണ്ണം പഴുത്തത്. പിന്നെ മണം, അത് പഴതാക്കുകയും വേണം. ഇതൊക്കെ ചരിത്ര വിദ്യാർത്ഥികൾ ഓർക്കുന്നത് നന്ന്. പഴമക്കാരെ മറക്കുകയും വരുത്. ആനവാരി രാമൻ നായരും പൊൻകുരിശ് തോമയും ആനമോഷണം എന്ന കലാപരിപാടി സംഘടിപ്പിച്ചു. വിജയിച്ച ശ്രീലാളിതരായതെങ്ങനെ? ചാത്തങ്കേരി മനയിലെ 2 തിരുമേനിമാരും തമ്മിൽ അല്പം സുഖത്തിലില്ലാതിരിക്കുന്ന കാലം. അങ്ങനെയുള്ള കാലം തന്നെയാണ് എക്കാലവും ഏട്ടൻ നമ്പൂതിരിയെ നല്ല പാഠം പഠിപ്പിക്കാനായി അനുജൻ നമ്പൂരി പല ഏടാകൂടങ്ങളും പ്രവർത്തിച്ചു വരുന്നത്. നെല്ല് കൊയ്പ്പിച്ച് വിൽക്കുക, തടി വെട്ടി വിൽക്കുക. ഇതിൻ്റെ കൂടെ ഒരാനയെ വിറ്റുകളയാമെന്ന് അനുജൻ തിരുമേനി തീരുമാനിക്കുന്നു. ഒരാനയെ നദിയുടെ മറുകരയുടെ കാട്ടിലൂടെ കൊണ്ടുചെന്ന് തളയ്ക്കണം. ആനവാരി രാമൻ നായർ ആ തൊഴിലവസരം 50 രൂപ കോൺട്രാക്റ്റിൽ ഉപയോഗപ്പെടുത്താനും 10 രൂപ അഡ്വാൻസായി വാങ്ങിക്കുകയും ചെയ്യുന്നു. അങ്ങനെ മൂപ്പർ 4-5 ദിവസം രാത്രിയിൽ പഴവും ശർക്കരയും വാങ്ങി പാറുക്കുട്ടിയുടെ അടുത്ത് കൊണ്ടുകൊടുക്കുന്നു. മണവും മനസ്സും ശരിപ്പെടുത്തുകയാണ്. ഇടയ്ക്കിടയ്ക്ക് കൊച്ചുനീലാണ്ടനും കൊടുക്കും. അവനെ മുഷിപ്പിക്കരുതല്ലോ. അവനോട് സ്നേഹത്തോടെ മൂപ്പർ പറയും, കൊച്ചുനീലാണ്ട, അവളോടുള്ള സ്നേഹവും ഒന്നും കൊണ്ടൊന്നല്ല. രഹസ്യം നിനക്കറിയാലോ. അവളെ നമ്മൾ കരകടത്താൻ പോവുക എന്നിട്ട് പാറുക്കുട്ടിയെ തടവും. ഇടത്തിയാനെ, സെറ്റിയാനെ എന്നെല്ലാം പറയുകയും ചെയ്യും. ഈ വിധത്തിൽ പാറുക്കുട്ടിയോടുണ്ടായിരുന്ന എല്ലാ വഴക്കും തീർന്ന മട്ടായി. കൃത്യം നടക്കുന്നതിൻ്റെ തലേ ദിവസം ആനവാരി ചോദിച്ചു, അടേ പൊൻകുരിശേ, കൊച്ചുനീലാണ്ടനെ കാക്കാനാണ് നമ്മൾ കോൺട്രാക്ട് എടുത്തിരുന്നെങ്കിൽ? പൊൻകുരിശ് ചോദിച്ചു, താനിത്തിരി ഏക്കുമായിരുന്നല്ലേ? അത്തരം തൊഴിലവസരം നമുക്ക് വേണ്ടേ വേണ്ട. ആനവാരി പറഞ്ഞു, കൊച്ചുനീലാണ്ടനെ കാക്കാൻ മാത്രം നമ്മൾ വളർന്നിട്ടുണ്ടോ? പൊൻകുരിശ് പറഞ്ഞു, എനിക്കത് ഓർത്താൽ തന്നെ കൊടല് വിറയ്ക്കും, വയറിളകും. പിന്നെ എനിക്കോ? അങ്ങനെ ആശ്വാസത്തോടെ അവർ പാറുക്കുട്ടിയെ കാക്കാൻ തീരുമാനിച്ചു. നല്ല ഇരുട്ടും കുറേശ്ശെ മഴയുമുള്ള ഒരു രാത്രി. നാട്ടുവെളിച്ചം തീരെയില്ല.
പഴക്കുലയുമായി പൊൻകുരിശ് തോമ മുമ്പേ നടന്നു. ആനവാരി ആനയുടെ കൊളുത്ത് ചങ്ങലഴിച്ചു. പൊൻകുരിശ് തോമ വേഗം നടന്നു. ഇണക്കത്തോടെ ആനവാരി പതുക്കെ പറഞ്ഞു, നടയാനെ. ആന കുറേ വേഗത്തിൽ തന്നെ അങ്ങ് നടന്നു. വരുതിക്കുള്ള നടപ്പല്ല, ആരെയും കൂസാത്ത നടപ്പ്. പൊൻകുരിശ് തോമ ഓടി നദിയിലിറങ്ങി. ആനയും പിന്നാലെ. നദിയുടെ ഇടത്ത് ഭാഗത്ത് ഇരുട്ട് കുറവാണ്. അപ്പോൾ ആനവാരി ശരിക്കു കണ്ടു. ഞെട്ടി. കൊച്ചുനീലാണ്ടനാണ്. സൂചിക്കൊമ്പൻ, ചോരക്കണ്ണൻ, ക്ഷുഭിതൻ. അനേകം പേരെ കൊന്ന ഭയങ്കരങ്ങളായ കൊമ്പുകൾ രണ്ടും നല്ല വെള്ളയായി തന്നെ കാണാം. ആനവാരിയുടെ വായിൽ വെള്ളം വെറ്റിപ്പോയി. തൊണ്ടയും ചുണ്ടുകളും ഉണങ്ങി. ആനവാരി ജീവഭയത്തോടെ പതുക്കെ പറഞ്ഞു, പൊൻകുരിശേ, തിരിഞ്ഞു നോക്കരുത്. നിനക്ക് ധൈര്യമുണ്ടോ? ആള് തെറ്റിപ്പോയി, അവനാ. പൊൻകുരിശ് തോമയ്ക്ക് പെട്ടെന്ന് കാര്യം മനസ്സിലായി. മഹാഗജ പോക്കിരി കൊച്ചുനീലാണ്ടനാണ്. ഒരു നിമിഷ നേരത്തേക്ക് ബോധക്കേട് വന്ന പോലെ തോന്നി. ഇല്ല, പൊൻകുരിശ് തോമ വിചാരിച്ചു, ആനവാരി മരിക്കാൻ പോവുകയാണെങ്കിൽ ഞാനും മരിക്കാൻ പോവുകയാണ്. ചോരക്കണ്ണൻ ഗജപോക്കിരി കൊല്ലും. പൊൻകുരിശ് തോമ ഉൾക്കിടലത്തോടെ പതുക്കെ ചോദിച്ചു, എന്തു ചെയ്യണം? പഴക്കൊല അവന് കൊടുത്തിട്ട് ഒറ്റ മുങ്ങ്. വലതുവശത്തേക്ക് പോണം, പിറകെ ഞാനുമുണ്ട്. അങ്ങനെ രണ്ടുപേരും മുങ്ങാങ്കുഴിയിട്ട് ശ്വാസം കിട്ടാതെ മരിക്കാറായി. നീന്തി രക്ഷപ്പെട്ട് കരപറ്റി. രണ്ടുപേരും കെട്ടിപ്പിടിച്ച് കിടുകിടാ വറച്ചുകൊണ്ട് നോക്കി. കൊച്ചുനീലാണ്ടൻ നദിയിൽ നിന്ന് വെള്ളം കോരിക്കൊഴിച്ചു കുളിച്ച് രസിക്കുകയാണ്. പഴമെല്ലാം തിന്നുകഴിഞ്ഞു. ക്ഷുഭിതൻ. സഖാക്കൾ ജീവനില്ലാത്തതുമാതിരി താമസസ്ഥലത്ത് പോയി കിടന്നു. ഭയങ്കര സ്വപ്നങ്ങൾ കണ്ടുറങ്ങി. കൊച്ചുനീലാണ്ടൻ പിറ്റേ ദിവസം കാലത്ത് ചാത്തങ്കേരി മനയ്ക്കൽ കയറി ചെന്നെന്നും എതിരൻ ശങ്കരൻ നമ്പൂരിപ്പാട്ടിന് കുത്താനിട്ട് ഓടിച്ചെന്നും പറയുന്നതിൽ എത്ര കണ്ട് സത്യമുണ്ടെന്ന് ഈ വിനീത ചരിത്രകാരൻ അറിഞ്ഞുകൂടാ. എന്തായാലും അവൻ മനയ്ക്കൽ ചെന്നു. ആനക്കാർ അവനെ ബുദ്ധിമുട്ടി തളയ്ക്കുകയും ചെയ്തു. സന്തോഷം. ആനവാരിക്കും പൊൻകുരിശിനും 5-8 ദിവസം കലശലായ വയറിളക്കമുണ്ടായി. അതെല്ലാം ഭേദമായി സുഖത്തിലും സമാധാനത്തിലും ജീവിതം തുടർന്നപ്പോൾ ആനവാരി ഓർത്തു പറഞ്ഞു, അടേ പൊൻകുരിശേ, എന്നടേ ആനവാരി, നമ്മൾ മോഷ്ടിച്ചത് വൃത്തികെട്ട ആ പാറുകുട്ടിയായിരുന്നെങ്കിൽ പിന്നെ ജീവിച്ചിട്ട് വല്ല കാര്യവുമുണ്ടോ? ആനയായാലും എന്തായാലും പെണ്ണല്ലേ, വലിയ കുറച്ചിലായി പോയേനെ. മംഗളം. ശുഭം. റേഡിയോ മലയാളം. എവിടെയെല്ലാം മലയാളി, അവിടെയെല്ലാം മലയാളം. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ മലയാളം. എവിടെയെല്ലാം മലയാളി, അവിടെയെല്ലാം മലയാളം. കിളിവാതിലിൽ അടുത്തതായി മലയാളം മിഷന്റെ ആനുകാലിക വാർത്താ അവലോകനം. വാർത്ത അവതരിപ്പിക്കുന്നത് ഷൈനി, മലയാളം മിഷൻ. മലയാളം മിഷൻ അധ്യാപകർക്കായി നടത്തിവരുന്ന ഡിജിറ്റൽ സ്കിൽ പരിശീലനത്തിന്റെ 3ാം ഘട്ടം സെപ്റ്റംബർ 6 നടന്നു. ഇന്ത്യയ്ക്കകത്തും പുറത്തുനിന്നുമുള്ള മലയാളം മിഷന്റെ 71 അധ്യാപകരാണ് ഈ പരിശീലനത്തിൽ പങ്കെടുത്തത്. ബാംഗ്ലൂർ സ്കൂൾ ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി അസിസ്റ്റന്റ് പ്രൊഫസർ മെറിൻ തോമസിന്റെ നേതൃത്വത്തിലാണ് പരിശീലനം നടന്നത്. കൊറോണയുടെ പശ്ചാത്തലത്തിൽ മാറിയ അധ്യാപന സാഹചര്യത്തെ നേരിടാനായാണ് മലയാളം മിഷൻ അധ്യാപകർക്ക് ഡിജിറ്റൽ സ്കിൽ പരിശീലനം സംഘടിപ്പിച്ചത്. ഓൺലൈനായി നടന്ന പരിശീലനത്തിന്റെ ആദ്യഘട്ടത്തിൽ ഇന്ത്യയ്ക്കകത്തും പുറത്തുനിന്നുമുള്ള മലയാളം മിഷന്റെ 50 അധ്യാപകരും 2ാം ഘട്ടത്തിൽ 60 അധ്യാപകരുമാണ് പങ്കെടുത്തത്. ഡിജിറ്റൽ സ്കിൽ പരിശീലനത്തിന്റെ ആദ്യഘട്ടം ജൂലൈ 25-26 തീയതികളിലും 2ാം ഘട്ടം ഓഗസ്റ്റ് 8-9 തീയതികളിലുമാണ് നടന്നത്. കൊറോണയുടെ സാഹചര്യത്തിൽ ലോകത്തെമ്പാടുമുള്ള മലയാളം മിഷന്റെ മാതൃഭാഷ പഠന ക്ലാസുകളെല്ലാം ഓൺലൈനിലൂടെ ആക്കിയിരുന്നു. ഇത്തരം പുതിയ പഠന മാതൃകകളുടെ ഗുണനിലവാരം ഉറപ്പാക്കുന്നതിന് വേണ്ടിയാണ് അധ്യാപകർക്കായി ഡിജിറ്റൽ ക്ലാസ് റൂം സ്കിൽ പരിശീലനം മലയാളം മിഷൻ ഒരുക്കിയത്. കൊറോണ ലോകത്തുണ്ടാക്കിയ പ്രതിസന്ധിയെ മറികടക്കാൻ മലയാളം മിഷൻ പ്രവാസികളോടൊപ്പം നിന്ന് ഹെൽപ്പ് ഡെസ്കുകൾ ഒരുക്കി മാതൃകയായിരുന്നു. കൂടാതെ ഭാഷാ സുവനീറുകളുടെ പട്ടികയിൽ മാസ്കുകൾ ഉൾപ്പെടുത്തി ജനങ്ങളിലേക്ക് എത്തിക്കുകയാണ് ഇപ്പോൾ. നിലവിൽ ഇന്ത്യയിലെ 20 സംസ്ഥാനങ്ങളിലും 40 ലോകരാജ്യങ്ങളിലുമായാണ് മലയാളം മിഷന്റെ മാതൃഭാഷ പഠന കേന്ദ്രങ്ങൾ പ്രവർത്തിക്കുന്നത്. മലയാളം മിഷന്റെ കണിക്കൊന്ന പാഠപുസ്തകം 2ാം ഭാഗം പരിഷ്കരിക്കുന്നതിന് വേണ്ടിയുള്ള വിദഗ്ധ അധ്യാപകരുടെ ആദ്യ ശില്പശാല പാലക്കാട് വാണിയംകുളത്ത് നടന്നു.
സെപ്റ്റംബർ 10, 11, 12 തീയതികളിൽ സംഘടിപ്പിച്ച ശില്പശാലയ്ക്ക് മലയാളം മിഷൻ രജിസ്ട്രാർ എം സേതുമാധവൻ നേതൃത്വം നൽകി. അധ്യാപകരായ എം വി മോഹനൻ, എടപ്പാൾ സി സുബ്രഹ്മണ്യൻ, മണികണ്ഠൻ പന്തല്ലൂർ, കെ പി സുരേഷ് ബാബു തുടങ്ങിയവർ ശില്പശാലയിൽ പങ്കെടുത്തു. ശില്പശാലയിൽ 2ാം ഭാഗം പാഠപുസ്തകത്തിന്റെ കരട് തയ്യാറായി. കണിക്കുന്ന പാഠപുസ്തക പരിഷ്കരണത്തിന്റെ ഭാഗമായി പുസ്തകത്തിന്റെ 1ാം ഭാഗം അച്ചടിക്ക് തയ്യാറായിട്ടുണ്ട്. മലയാളം മിഷൻ സൗദി അറേബ്യ ചാപ്റ്റർ കമ്മിറ്റി നിലവിൽ വന്നു. മലയാളം മിഷൻ ഡയറക്ടർ പ്രൊഫസർ സുജ സൂസന്റെ നേതൃത്വത്തിൽ നടന്ന സൗദി അറേബ്യയിലെ മലയാളം മിഷൻ ഭാരവാഹികളുടെയും മലയാളി സംഘടനാ പ്രതിനിധികളുടെയും യോഗത്തിലാണ് കമ്മിറ്റി രൂപവൽക്കരിച്ചത്. മലയാളം മിഷൻ രജിസ്ട്രാർ എം സേതുമാധവൻ, മലയാളം മിഷൻ കോർഡിനേറ്റർ താഹ കൊല്ലേത്ത്, ലോക കേരള സഭാംഗങ്ങളായ എം നയീം, വി കെ റൌഫ്, ഡോക്ടർ മുബാറക് സാനി, കുഞ്ഞമ്മദ് കൂരാച്ചുണ്ട്, മേഖലാ ഭാരവാഹികളായ ഷിബു തിരുവനന്തപുരം, മാത്യു തോമസ് നെല്ലുവേലിൽ, നൌഷാദ് കോർമത്ത്, നന്ദിനി മോഹൻ, സുനിൽ സുകുമാരൻ, സക്കീർ താമരത്ത്, റഷീദ് ചന്ദ്രാപിന്നി, ഷാഹിദ ഷാനവാസ്, വി പി രഞ്ജിത്ത്, റഫീഖ് പത്തനാപുരം, കിസ്മത്ത്, ഡോക്ടർ രമേശ് മുച്ചിക്കൽ, ഉബൈസ് മുസ്തഫ, നിഷ നൌഫൽ, സീബ കൂവോട്, രശ്മി ആർ, ജിതേഷ് പട്ടുവം എന്നിവർ പങ്കെടുത്തു. എം നയീം, മാത്യു തോമസ് നെല്ലുവേലിൽ, താഹ കൊല്ലേത്ത്, നൌഷാദ് കോർമത്ത്, ഷിബു തിരുവനന്തപുരം, ഡോക്ടർ മുബാറക് സാനി എന്നിവരാണ് പുതിയ ഭാരവാഹികൾ. മലയാളം മിഷൻ റേഡിയോ മലയാളത്തിൽ മാതൃഭാഷാ വാരാചരണത്തിന്റെ ഭാഗമായി അക്ഷരോത്സവം പ്രത്യേക പരിപാടി കേൾക്കാം. നവംബർ 1 മുതൽ 30 വരെ നീണ്ടു നിൽക്കുന്ന അക്ഷരോത്സവത്തിൽ ഓരോ ദിവസവും ഓരോ അക്ഷര ദിവസങ്ങൾ എന്ന ക്രമത്തിലാണ് പരിപാടി ആസൂത്രണം ചെയ്തിരിക്കുന്നത്. ഭാഷാ, സാഹിത്യ, സാംസ്കാരിക രംഗത്തെ പ്രമുഖർ പരിപാടിയിൽ പങ്കെടുക്കും. കൂടാതെ കേരളപ്പിറവി ആഘോഷങ്ങളുടെ ഭാഗമായുള്ള മാതൃഭാഷാ വാരാചരണത്തിൽ നിരവധി പ്രത്യേക പരിപാടികൾ റേഡിയോ മലയാളം പ്രക്ഷേപണം ചെയ്യും. കുട്ടി മലയാളം, കടൽ കടന്ന് മലയാളം, തമാശയിലെ ഭാഷ, എന്റെ വാക്ക്, പാട്ടിലെ കേരളം, പുഴയും പാട്ടും, ചൊല്ലരങ്ങ്, ഭാഷാപ്രതിജ്ഞ എന്നീ പരിപാടികൾ ആ ദിവസങ്ങളിൽ കേൾക്കാം. കൊറോണയുടെ പശ്ചാത്തലത്തിൽ ഓണാഘോഷം കലോത്സവമാക്കി മാറ്റിയാണ് മലയാളം മിഷൻ മുംബൈ ചാപ്റ്റർ ഓണത്തെ വരവേറ്റത്. കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ച് ഓൺലൈനായി നടക്കുന്ന മലയാളം മിഷൻ കലോത്സവം 2020 മലയാളം മിഷൻ പഠനകേന്ദ്രങ്ങളിലെ വിദ്യാർത്ഥികൾ കൈവരിച്ച ഭാഷാശേഷി പരിശോധിക്കുന്നതിനുള്ള മത്സരങ്ങളാണ് ആസൂത്രണം ചെയ്തിരിക്കുന്നത്. കഥ പറച്ചിൽ, കവിതാ പാരായണം, പ്രസംഗം, മോണോ ആക്ട്, ഉപകരണ സംഗീതം എന്നീ മത്സരങ്ങൾ 3 വിഭാഗങ്ങളിലായാണ് സംഘടിപ്പിക്കുന്നത്. 6 മുതൽ 9 വയസ്സുവരെ, 9 വയസ്സ് മുതൽ 13 വയസ്സുവരെ, 13 വയസ്സ് മുതൽ മുകളിലോട്ട് എന്നിങ്ങനെയാണ് വിഭാഗങ്ങൾ. വിദ്യാർത്ഥികളുടെ കുടുംബാംഗങ്ങൾക്കായി മത്സരങ്ങൾ ഒരുക്കിയിട്ടുണ്ട് എന്നത് മുംബൈ മലയാളം മിഷൻ കലോത്സവത്തിന്റെ പ്രത്യേകതയാണ്. സമൂഹഗാനം, ദൃശ്യാവിഷ്കാരം, പാചകം എന്നീ വിഭാഗങ്ങളിലാണ് കുടുംബാംഗങ്ങൾക്കായുള്ള മത്സരം നടക്കുന്നത്. ഈ മത്സരങ്ങളിൽ പഠിതാവ് നിർബന്ധമായും പങ്കെടുക്കണം എന്ന് നിബന്ധനയുണ്ട്. ബാന്ദ്ര ദഹിസർ മേഖലയിൽ സെപ്റ്റംബർ 19-നും 20-നും, നാസിക് മേഖലയിൽ സെപ്റ്റംബർ 23, 24 ദിവസങ്ങളിലും, മുംബൈ ബദ്ലാപൂർ മേഖലയിൽ സെപ്റ്റംബർ 26, 27 എന്നീ ദിവസങ്ങളിലുമാണ് കലോത്സവം അരങ്ങേറിയത്. നവി മുംബൈ മേഖലയിൽ സെപ്റ്റംബർ 27, ഒക്ടോബർ 2 എന്നീ തീയതികളിലും, മീര റോഡ്, പാൽഘർ മേഖലയിൽ ഒക്ടോബർ 2, 3, 4 തീയതികളിലും, പവായ് സാക്കിനാക്ക കിഴക്കൻ മേഖലയിൽ ഒക്ടോബർ 3, 4, 5 തീയതികളിലും കലോത്സവം നടന്നു. മലയാളം മിഷന്റെ വിവിധ ചാപ്റ്ററുകളിലെ ഭാരവാഹികളുടെ യോഗം ഓൺലൈനായി നടന്നു. പശ്ചിമബംഗാൾ, കർണാടക, തെലങ്കാന എന്നീ ചാപ്റ്ററുകളുടെ യോഗം മലയാളം മിഷൻ ഡയറക്ടർ പ്രൊഫസർ സുജ സൂസൻ ജോർജ് ഉദ്ഘാടനം ചെയ്തു. പശ്ചിമബംഗാൾ ചാപ്റ്റർ കൽക്കട്ട മേഖലയിലെ ഭാരവാഹികളുടെ യോഗത്തിൽ ഡോക്ടർ കെ കെ കൊച്ചുകോശി സംസാരിച്ചു. കൽക്കട്ട മേഖലയുടെ പുതിയ സെക്രട്ടറിയായി എ വി സന്തോഷ് കുമാറിനെ യോഗം തെരഞ്ഞെടുത്തു. കർണാടക ചാപ്റ്റർ ഭാരവാഹികളുടെ യോഗത്തിൽ വൈസ് പ്രസിഡന്റ് ഷാഹിന ലത്തീഫ്, കർണാടക ചാപ്റ്റർ കോർഡിനേറ്റർ ബിലു സി നാരായണൻ, പ്രസിഡന്റ് ദാമോദരൻ, സെക്രട്ടറി ടോമി ജെ ആലുങ്കൽ തുടങ്ങിയവർ പങ്കെടുത്തു. തെലങ്കാന ചാപ്റ്റർ ഭാരവാഹികളുടെ യോഗത്തിൽ ചാപ്റ്റർ പ്രസിഡന്റ് ബാബു ഉണ്ണുണ്ണി, സെക്രട്ടറി പി പ്രദീപ്, ചെയർമാൻ എം എ എബ്രഹാം തുടങ്ങിയവർ സംസാരിച്ചു. പുതിയ 3 ഏഷ്യൻ രാജ്യങ്ങളിൽ കൂടി മലയാളം മിഷൻ മാതൃഭാഷാ പഠന കേന്ദ്രങ്ങൾ ആരംഭിച്ചു.
ബ്രൂണെ, മലേഷ്യ, ഹോങ്കോങ് എന്നീ രാജ്യങ്ങളിലാണ് പുതുതായി മലയാള മിഷന്റെ പ്രവർത്തനങ്ങൾ തുടങ്ങിയത്. ഈ രാജ്യങ്ങളിലെ മലയാളി കൂട്ടായ്മകളുടെ സഹകരണത്തോടെയാണ് പഠനകേന്ദ്രങ്ങൾ പ്രവർത്തിക്കുന്നത്. ലോക്ഡൌണിന്റെ പശ്ചാത്തലത്തിൽ ഓൺലൈനായിട്ടാണ് പഠന ക്ലാസുകൾ നടക്കുന്നത്. ബ്രൂണെ, മലേഷ്യ, ഹോങ്കോങ് എന്നീ രാജ്യങ്ങളിലെ പ്രവാസി കുട്ടികൾ മലയാളം മിഷന്റെ ആദ്യ കോഴ്സായ കണിക്കുന്നയിലൂടെയാണ് മാതൃഭാഷാ പഠനത്തിന് തുടക്കം കുറിക്കുന്നത്. നിലവിൽ 40 രാജ്യങ്ങളിൽ മലയാള മിഷന്റെ പഠനകേന്ദ്രങ്ങൾ പ്രവർത്തിക്കുന്നു. ഇന്ത്യയിൽ 20 സംസ്ഥാനങ്ങളിലും മലയാള മിഷൻ പഠനകേന്ദ്രങ്ങളുണ്ട്. 50,000-ഓളം കുട്ടികൾ ഈ പഠനകേന്ദ്രങ്ങളിൽ മലയാള മിഷൻ കോഴ്സുകളായ കണിക്കുന്ന, സൂര്യകാന്തി, ആമ്പൽ, നീലക്കുറിഞ്ഞി എന്നിവയിൽ പഠനം നടത്തിവരുന്നു. മലയാളം മിഷന്റെ മാതൃഭാഷാ പഠന ക്ലാസുകൾക്ക് ഭോപ്പാലിൽ തുടക്കമായി. ഓഗസ്റ്റ് 15-ന് ഓൺലൈനായി സംഘടിപ്പിച്ച ആദ്യ പഠന ക്ലാസുകളുടെ ഉദ്ഘാടനം സൂര്യ ഫൌണ്ടേഷൻ ചെയർമാൻ സൂര്യ കൃഷ്ണമൂർത്തി ഉദ്ഘാടനം ചെയ്തു. ഭോപ്പാലിലെ മലയാളി കൂട്ടായ്മയായ യുണൈറ്റഡ് മലയാളി അസോസിയേഷന്റെ സഹകരണത്തോടെയാണ് പഠന ക്ലാസുകൾ ആരംഭിച്ചത്. മലയാളം മിഷൻ ഡയറക്ടർ പ്രൊഫസർ സുജ സൂസൻ ജോർജ്, രജിസ്ട്രാർ എം സേതുമാധവൻ, ഭാഷാ അധ്യാപകൻ ഡോക്ടർ MT ശശി, അസോസിയേഷൻ പ്രസിഡന്റ് OD ജോസഫ്, മുൻ പ്രസിഡന്റ് അശോകൻ, വൈസ് പ്രസിഡന്റ് അനിൽ നായർ, ജനറൽ സെക്രട്ടറി KP ദാസ്, ഭോപ്പാൽ മലയാളം മിഷൻ മേഖലാ പ്രസിഡന്റ് RS പിള്ള, സെക്രട്ടറി ജിൻസ് ജോസ്, മേഖലാ കോർഡിനേറ്റർ PT ദിനേശൻ, അധ്യാപകരായ ഗോപകുമാർ SK, M രഘു, അനിൽകുമാർ, മനോജ് നായർ തുടങ്ങിയവർ ചടങ്ങിൽ സംസാരിച്ചു. ഭോപ്പാലിലെ വിവിധ മേഖലകളിൽ നിന്നുള്ള 120-ലധികം വിദ്യാർത്ഥികൾ മലയാളം മിഷന്റെ പുതിയ മാതൃഭാഷാ പഠന ക്ലാസുകളിൽ ചേർന്നു. ചടങ്ങിൽ കുട്ടികൾ വിവിധ കലാപരിപാടികൾ അവതരിപ്പിച്ചു. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ മലയാളം. എവിടെയെല്ലാം മലയാളി, അവിടെയെല്ലാം മലയാളം. ഇത് റേഡിയോ മലയാളം. എവിടെയെല്ലാം മലയാളി, അവിടെയെല്ലാം മലയാളം. കിളിവാതിലിൽ ഇനി ഒരു പാട്ട് കേൾക്കാം. ആലാപനം അലീന മേരി ആന്റണി, വിദ്യാർത്ഥിനി, മലയാളം മിഷൻ, മൈസൂർ. പൂമുത്തോളി നീരിഞ്ഞ വഴിയിൽ ഞാൻ മഴയായി പെയ്തടി, ആരീരാരം ഇടരല്ലേ മണിമുത്തി കൺമണി, മാറത്തുറക്കാനിന്നോളം തണലെല്ലാം വെയിലായി കൊണ്ടടി, മാനത്തോളം മഴവില്ലായി വളരണം എൻ മണി, ആഴിത്തീരമാല പോലെ കാത്തു നിന്നെ ഏൽക്കാൻ, പീലിച്ചെറുതൂവൽ വീശിക്കാറ്റിലാടി നീങ്ങാം കനിയേ കനവിതളായി നീവാ, നിതിമടിയിൽ പുതുമലരായി വാവാ, പൂമുത്തോളി നീരിഞ്ഞ വഴിയിൽ ഞാൻ മഴയായി പെയ്തടി, ആരീരാരം ഇടരല്ലേ മണിമുത്തി കൺമണി, ആരും കാണാമീട്ടിലേ തിങ്കൾ നീയും കൂട്ടിലേ, ഈണക്കോയിൽ പാടും പാട്ടിൻ താളം
ആരാരം ഇടരല്ലേ മണിമുത്തേ കൺമണിയേ മാറത്തുറക്കാനിന്നോളം തണലെല്ലാം വെയിലായി കൊണ്ടടി മാനത്തോളം മഴവില്ലായി വളരണം എൻ മണി ആഴിത്തീരമാല പോലെ കാത്തു നിന്നെ ഏൽക്കാം പീലിച്ചെറുതൂവൽ വീശിക്കാറ്റിലാടി നീങ്ങാം കനിയീനിൻ കനവിതളായി നീവാ നീതിയേ മടിയിൽ പുതുമലയായി വാവാ അമ്മ മലയാളം ഉമ്മ മലയാളം. റേഡിയോ മലയാളം എവിടെയെല്ലാം മലയാളി അവിടെയെല്ലാം മലയാളം. കിളിവാതിലിൽ ഇനി ഒരു കവിത കേൾക്കാം. പദ്യപാരായണം അവതരിപ്പിക്കുന്നത് അതിഥി എസ് ആചാര്യ, കണിക്കുന്ന വിദ്യാർത്ഥിനി, മലയാളം മിഷൻ, ബാംഗ്ലൂർ വെസ്റ്റ്. എൻ്റെ പേര് അദിതി എസ് ആചാര്യ. ഞാൻ ഒരു കവിത പാടാൻ പോവുകയാണ്. ഓർക്കുന്നു ഞാൻ എൻ്റെ ബാല്യകാലം, ഓർക്കുന്നു ഞാൻ എൻ്റെ ബാല്യകാലം. ഓർമ്മകൾ മങ്ങാത്ത നാട്യങ്ങളില്ലാത്ത, ഓർമ്മകൾ മങ്ങാത്ത നാട്യങ്ങളില്ലാത്ത നാമജപത്തിൻ്റെ ശാന്തതയും. ഓർക്കുന്നു ഞാൻ എൻ്റെ ബാല്യകാലം, ഓർക്കുന്നു ഞാൻ എൻ്റെ ബാല്യകാലം. സ്വച്ഛന്ദ സുന്ദരകാലം, അഭിലാഷസ്വർഗീയ നിമിഷമാകാലം. എൻ്റെ മനസ്സിൻ്റെ കോണിലായെന്നും എന്നും തെളിയുന്ന ഓർമ്മ മാത്രം. ഓർക്കുന്നു ഞാൻ എൻ്റെ ബാല്യകാലം, ഓർക്കുന്നു ഞാൻ എൻ്റെ ബാല്യകാലം. മാമ്പൂ മണക്കുന്ന കാലം, മുറ്റത്ത് കരിയിലകൾ വീഴുന്ന കാലം. അണ്ണാര കണ്ണന്റെ കളപ്പിളക്കിട്ട് ഞാൻ അവനോട് കളഹിച്ച ബാല്യകാലം. ഓർമ്മയിൽ ഇന്നും ആ ബാല്യകാലം, ഓർമ്മയിൽ ഇന്നും ആ ബാല്യകാലം. മുറ്റത്ത് പൂക്കളം തീർത്തൂര നാളിൽ മുക്കുത്തി തേടിയ കാലം. വെള്ളില കൊണ്ടു ഞാൻ പൂ പറിക്കാനായി ഞാറുള്ള പാടത്ത് പോയ കാലം. പുള്ളിപ്പശുവിൻ്റെ പൈതളിൽ കവിളത്ത് മുത്തം കൊടുത്തരാ ഓർമ്മ മാത്രം. ഓർമ്മയിൽ ഇന്നുമാ പോയ കാലം, ഓർമ്മയിൽ ഇന്നുമാ പോയ കാലം. അമ്മ മലയാളം ഉമ്മ മലയാളം. റേഡിയോ മലയാളം എവിടെയെല്ലാം മലയാളി അവിടെയെല്ലാം മലയാളം. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ മലയാളം. എവിടെയെല്ലാം മലയാളി അവിടെയെല്ലാം മലയാളം. കിളിവാതിലിൽ ഇനി ഒരു കഥ കേൾക്കാം. അവതരണം ഋഷികേശ്, വിദ്യാർത്ഥി, മലയാളം മിഷൻ, ബാംഗ്ലൂർ വെസ്റ്റ് പഠന കേന്ദ്രം. എൻ്റെ പേര് ഋഷികേഷ്. ഇന്ന് ഞാൻ പറയാൻ പോകുന്ന കഥയുടെ പേര് മുള്ളനാശാന്റെ മുടിഞ്ഞ കളികൾ. മഴ മാറി. ഹോ, എത്ര ദിവസമായി തുടങ്ങിയ മഴയാണ്. രാവും പകലും നിർത്താതെ പെയ്യുന്നത്. പുറത്തിറങ്ങിയിട്ട് തന്നെ കുറേ ദിവസമായി. 5-6 മാങ്ങാണ്ടി കരുതി വെച്ചതുകൊണ്ട് വിശപ്പ് മാറ്റാനായി. വരയനണ്ണാൻ ഓരോരോ ചിന്തകൾ കൊണ്ട് മരംകൊമ്പിൽ ഇരുന്നു. പെട്ടെന്നാണ് മുള്ളൻ പന്നി പേടിച്ച് നിലവിളിച്ചുകൊണ്ട് ഓടി വരുന്നത് അവൻ കണ്ടത്. എല്ലാവരും ഓടിക്കോ, ഓടി രക്ഷപ്പെട്ടോ, ഭൂമിക്കുലുക്കം വരുന്നു എന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ടാണ് അവൻ ഓടുന്നത്.
പേടിച്ച് വിറച്ച് വരയനണ്ണാൻ മരത്തിൽ നിന്ന് ഇറങ്ങി മുള്ളൻ്റെ പിന്നാലെ ഓടിത്തുടങ്ങി. അവരുടെ പിന്നിൽ കുറുക്കനും കുരങ്ങച്ചനും എല്ലാം കൂടി. അവർ ഓടി ഓടി ഒരു പുഴയുടെ അടുത്തെത്തി. പെട്ടെന്ന് മുള്ളൻ അവിടെ നിന്നു. പിന്നെ പൊട്ടി ചിരിക്കാൻ തുടങ്ങി. മറ്റുള്ളവർ കാര്യം അന്വേഷിച്ചു. അവൻ ചിരി അടക്കിക്കൊണ്ട് പറഞ്ഞു, ഇന്ന് എത്രയാ തീയതി എന്ന് അറിയാമോ? ഇടുപ്പിൽ കൈകുത്തി നിന്ന് കിതച്ചുകൊണ്ട് ചെന്നായി പറഞ്ഞു, ഇന്ന് 1-ാം തീയതി. അടുത്ത ചോദ്യം കുരങ്ങച്ചനോടായിരുന്നു. ഇന്ന് ഏതാ മാസമെന്നറിയാമോ? ഏപ്രിൽ മാസമല്ലേ, അതിനെന്താ? തല ചുറിഞ്ഞുകൊണ്ട് കുരങ്ങച്ചൻ ചോദിച്ചു. അപ്പോഴാണ് വരയനണ്ണാന് കാര്യം പിടികിട്ടിയത്. ഈ മുള്ളൻ്റെ ഓരോ കാര്യം വെറുതെ എല്ലാരെയും പേടിപ്പിച്ചു കളഞ്ഞു. വരയനണ്ണാൻ പറഞ്ഞു. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ മലയാളം. എവിടെയെല്ലാം മലയാളി, അവിടെയെല്ലാം മലയാളം. ഇത് റേഡിയോ മലയാളം. എവിടെയെല്ലാം മലയാളി, അവിടെയെല്ലാം മലയാളം. കിളിവാതിലിൽ ഇനി ഒരു ONV കവിത കേൾക്കാം. ആലാപനം അജയ് ദേവ്, 6-ാം ക്ലാസ് വിദ്യാർത്ഥി, ഒരു മലയാളം മിഷൻ ജീവനക്കാരിയുടെ മകൻ. നമസ്കാരം, എൻ്റെ പേര് അജയ് ദേവ്. ഞാൻ വട്ടിയൂർക്കാവ് ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലെ 6-ാം ക്ലാസ് വിദ്യാർത്ഥിയാണ്. ഞാൻ ഇന്നിവിടെ ചൊല്ലാൻ പോകുന്നത് ശ്രീ ONV കുറിപ്പെഴുതിയ ആവണിപ്പാടം എന്ന കവിതയാണ്. ആവണിപ്പാടം. ആവണിപ്പാടം കുളിച്ചു തോർത്തി മുടിയാകെ വിടർത്തി ഉലർത്തി നിന്നു, പെറ്റെഴുന്നേറ്റു വേദിട്ടു കുളിച്ചൊരു പെൺമണിയെപ്പോൾ തെളിഞ്ഞു നിന്നു. ആവണിപ്പാടം കുളിച്ചു തോർത്തി മുടിയാകെ വിടർത്തി ഉലർത്തി നിന്നു, പെറ്റെഴുന്നേറ്റു വേദിട്ടു കുളിച്ചൊരു പെൺമണിയെപ്പോൾ തെളിഞ്ഞു നിന്നു. ആയമ്മയെ കാണാൻ അക്കരെ ഇക്കരെ ആ വഴി ഈ വഴി ആരു വന്നു. ആയമ്മയെ കാണാൻ അക്കരെ ഇക്കരെ ആ വഴി ഈ വഴി ആരു വന്നു. ഓരോരോ പായാരം തങ്ങളിൽ ചൊല്ലി 1000 കിളിയൊത്തു വന്നു. 1000 കിളിയൊത്തു വന്നു. കുഞ്ഞിനു തീറ്റി കൊടുത്തുകൊണ്ടേ ചിലർ കുട്ടിയോളെ കൂടെ നടത്തിക്കൊണ്ടേ. കുഞ്ഞിനു തീറ്റി കൊടുത്തുകൊണ്ടേ ചിലർ കുട്ടിയോളെ കൂടെ നടത്തിക്കൊണ്ടേ. ചുണ്ടു മുറുക്കിച്ചു വന്നുകൊണ്ടേ ഉടുമുണ്ട് മുട്ടോളവും ഏറ്റിക്കൊണ്ടേ. ഉതിർമണിയൊന്നു കൊറിച്ചുകൊണ്ടേ കൈകളൂഞ്ഞാലായത്തിൽ വീശിക്കൊണ്ടേ. ഉതിർമണിയൊന്നു കൊറിച്ചുകൊണ്ടേ കൈകളൂഞ്ഞാലായത്തിൽ വീശിക്കൊണ്ടേ. ചളിവരമ്പത്തൊന്നു വഴുതിക്കൊണ്ടേ ചിലർ മഴവെള്ളച്ചാലുകൾ നീന്തിക്കൊണ്ടേ. ഓരോരോ പായാരം തങ്ങളിൽ ചൊല്ലി 1000 കിളിയൊത്തു വന്നു. 1000 കിളിയൊത്തു വന്നു. തത്തമ്മയ്ക്കുണ്ടൊരു പായാരം ചൊല്ലാൻ കൊയ്ത്തിനു പാടത്തു പോയപ്പോൾ. കുഞ്ഞി തത്ത വിശന്നിരുന്നു, കൂട്ടിനുള്ളിൽ തളർന്നിരുന്നു. തത്തമ്മയ്ക്കുണ്ടൊരു പായാരം ചൊല്ലാൻ കൊയ്ത്തിനു പാടത്തു പോയപ്പോൾ. കുഞ്ഞി തത്ത വിശന്നിരുന്നു, കൂട്ടിനുള്ളിൽ തളർന്നിരുന്നു. മുത്തശ്ശിക്കേറെ വയസ്സായി കൊല്ലവും പുത്തരിയുണ്ണൻ കൊതിയായി. താഴ്ത്തി എരിഞ്ഞൊരു പുന്നൽ കതിരുമായി തത്തമ്മ പെണ്ണു പറന്നുപോയി. തത്തമ്മ പെണ്ണു പറന്നുപോയി. കാക്കച്ചിക്കുണ്ടൊരു പായാരം ചൊല്ലാൻ കൈകൊട്ടിയാരും വിളിച്ചില്ല. കർക്കിടകം വന്നു പോയിട്ടും ബലിയിട്ടൊരു വറ്റും തരായില്ല. പുത്തൻ കലത്തില് വച്ചൊരു പായസവറ്റും ഒരാളും എറിഞ്ഞില്ല. കാക്കച്ചിക്കുണ്ടൊരു പായാരം ചൊല്ലാൻ കൈകൊട്ടിയാരും വിളിച്ചില്ല. കർക്കിടകം വന്നു പോയിട്ടും ബലിയിട്ടൊരു വറ്റും തരായില്ല. പുത്തൻ കലത്തില് വച്ചൊരു പായസവറ്റും ഒരാളും എറിഞ്ഞില്ല.
മഞ്ഞക്കിളിപ്പെണ്ണിനുണ്ടൊരു പയരം മുണ്ടകൻ കൊയ്യാനിറങ്ങുമ്പോൾ മുന്നാലെ പിന്നാലെ മാറാതെ കൂടിയിട്ടു കിന്നാരം ചൊല്ലുന്നു മണവാളൻ. മുന്നാലെ പിന്നാലെ മാറാതെ കൂടിയിട്ടു കിന്നാരം ചൊല്ലുന്നു മണവാളൻ. എണ്ണപ്പാടത്ത് കൊയ്ത്തിന് കൂട്ടുകാരെല്ലാരും പോണുപോലും. എണ്ണപ്പാടത്ത് കൊയ്ത്തിന് കൂട്ടുകാരെല്ലാരും പോണുപോലും. ആണാ പിറന്നവൻ തിരികെ വരുമ്പോഴും ആനക്കെടുപ്പതും പൊന്നുകൊണ്ടേ. ആനക്കെടുപ്പതും പൊന്നുകൊണ്ടേ, ഒരാനക്കെടുപ്പതും പൊന്നുകൊണ്ടേ. കുന്തിച്ചു ചാടും കുളക്കോഴി കൊച്ചുപെണ്ണൊന്നു പുലമ്പുന്നു നാത്തൂനോട്. കുന്തിച്ചു ചാടും കുളക്കോഴി കൊച്ചുപെണ്ണൊന്നു പുലമ്പുന്നു നാത്തൂനോട്. കുന്നത്തെ കാവിലെ വേല കാണാൻ ഇന്നലെ പോയി മടങ്ങുമ്പോൾ കണ്ണേറു തട്ടിയൻ കാൽമുടന്തി എണ്ണയിട്ടൊന്നിങ്ങൊഴിഞ്ഞു തായോ. കുന്തിച്ചു ചാടും കുളക്കോഴി കൊച്ചുപെണ്ണൊന്നു പുലമ്പുന്നു നാത്തൂനോട്. കുന്നത്തെ കാവിലെ വേല കാണാൻ ഇന്നലെ പോയി മടങ്ങുമ്പോൾ കണ്ണേറു തട്ടിയൻ കാൽമുടന്തി എണ്ണയിട്ടൊന്നിങ്ങൊഴിഞ്ഞു തായോ. കുരുത്തോലാനെറിയിട്ടുടുത്ത മുണ്ടിൽ കുരുത്തക്കേടിനു ചളിപറ്റി ആരെയോ പ്രാഗിക്കൊണ്ട് അമ്മച്ചി താറാവും ആവാണി പാടത്തു വന്നപ്പോൾ ഇത്തിരി മീനെ പൊടി മീനെയൊക്കെയും കൊറ്റികൾ കൊത്തിപ്പറന്നുപോയി. കുരുത്തോലാനെറിയിട്ടുടുത്ത മുണ്ടിൽ കുരുത്തക്കേടിനു ചളിപറ്റി ആരെയോ പ്രാഗിക്കൊണ്ട് അമ്മച്ചി താറാവും ആവണി പാടത്തു വന്നപ്പോൾ ഇത്തിരി മീനെ പൊടി മീനെയൊക്കെയും കൊറ്റികൾ കൊത്തിപ്പറന്നുപോയി. ഓരോരോ പായാരം ചൊല്ലി പിന്നെ ഓരോ കിളിയും പറന്നുപോയി. ഓരോരോ പായാരം ചൊല്ലി പിന്നെ ഓരോ കിളിയും പറന്നുപോയി. റേഡിയോ മലയാളം, എവിടെയെല്ലാം മലയാളി അവിടെയെല്ലാം മലയാളം.